പണ്ട് പണ്ട് നമ്മൾ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിക്കാൻ എടുക്കുമല്ലോ, ഇടയിലോട്ട് ഇരുട്ടത്തൊക്കെ നടക്കുമ്പോൾ അമ്മമാർ പറഞ്ഞ് പേടിപ്പിക്കലുണ്ട്. എന്നാൽ ഈ ഒറ്റ മുലച്ചിയുണ്ട് പേടിക്കണം. ഇപ്പം നമുക്ക് പേടിയാണ് ഈ ഒറ്റമുലച്ചിൽ ചെറുപ്പത്തിൽ എന്തെന്നാന്ന് കണ്ടിട്ടില്ല. ഇപ്പം ബസ് പോകുമ്പോൾ ഈ ഒറ്റമുലച്ചികൾ പേടിക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാനൊരു ബസ് യാത്രക്ക് ഒരുങ്ങിയാണ്, പേടിച്ചുകൊണ്ടാണ് പോകുന്നത്. എവിടെയാണ് ഒറ്റമുലച്ചിയുള്ളതെന്ന് കണ്ടിട്ടില്ല, പേടിയാണ്. അതുകൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കണം. ഒരു പ്രൈവറ്റ് ബസ് യാത്രയ്ക്ക് പോവുകയാണ്. പണ്ട് നമ്മൾ ഈ ചെറുപ്പത്തിൽ ഇടയിലൊട്ടിൽ പോകുമ്പോൾ അമ്മയെല്ലാം പറയും, എടാ അങ്ങോട്ട് പോകണ്ടേ, ഒറ്റമുലച്ചിയുണ്ട്. ഞാനിതുവരെ ഒറ്റമുലച്ചിനെ കണ്ടിട്ടില്ല ഈ 50 വയസ്സിൻ്റെ ഇടയിൽ. പക്ഷേ ഞാനിന്നൊരു യാത്രയ്ക്ക് പോകാമെന്ന് ബസ്സിൽ ഒറ്റമുലച്ചിയുണ്ടെന്ന് പറഞ്ഞിട്ട് ക്ഷമിക്കണം, യാത്ര പോകാമെന്ന്. ഒറ്റമുലച്ചിരിച്ച് ദീപക്കിനെ കൊന്ന പോലെ കൊല്ലുമെന്ന് അറിയില്ല, ക്ഷമിക്കുക. ഹലോ, സുഖമല്ലേ? ഞാനാണ് ദിനേശ് ബാബു വളവക്കാരനാണ്. ചെറിയൊരു കാര്യം പറഞ്ഞിട്ട്, ചെറിയ കാര്യം. ഇന്ന് ഇപ്പം പെട്ടെന്ന് ന്യൂസിൽ കണ്ട കാര്യം, ഈ വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയെന്നിട്ട് അയാൾ ഈ സമൂഹത്തിന് ചെയ്ത കാര്യങ്ങൾ നിനക്കറിയില്ലെന്നാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എന്ന് ശ്രീനാരായണ ഗുരു ഉണ്ടാക്കിയൊരു സംഘടന എന്ന് പറഞ്ഞ ഒരു സംഭവം. അത് ശ്രീനാരായണ ഒരു മനുഷ്യരുടെ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത്. അങ്ങനെ വേണ്ടി ഉണ്ടാക്കിയതാണ്. അല്ലാണ്ട് തീയന്മാർ ഉന്നമതി മതിക്കണ്ടെന്നും എല്ലാ SNDP ഉണ്ടാക്കി. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ഈഴവർക്ക് വേണ്ടിയല്ല, എല്ലാവർക്കും നന്മ വരട്ടെ എന്നിട്ടുണ്ടാക്കിയൊരു സംഘടനയാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ത് ചെയ്ത് അത് ഈഴവരുടെ സംഘടനയ്ക്ക് മാറ്റി. അത് എൻ്റെ വിഷയമല്ല. ഇങ്ങനെ ഇന്ത്യയിൽ തന്നെ പരമോന്നത ബഹുമതി ഒരു ബഹുമതി ഇങ്ങനെയുള്ള ഒരാൾക്ക് കൊടുക്കുന്നോ ഉണ്ടാകുന്നത്. പണ്ട് പ്രാഞ്ചിയേട്ട സിനിമയിൽ മമ്മൂട്ടിൻ്റെ ഒരു കഥാപാത്രം പ്രാഞ്ചിയേട്ടൻ, മൂപ്പര് ഒരു പത്മശ്രീക്ക് വേണ്ടി ശ്രമിക്കുന്നൊരു കുറേ സ്ലേങ്ങായിട്ടുള്ളൊരു രംഗം. അതുപോലെയായിട്ടാണോ ആവും, ഞാനറിയില്ല. ഈശ്വര ശ്രീനാരായണ ഗുരു